ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വീണ്ടും ഒരു മാമ്പഴത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 4 മാമ്പഴം ഞാൻ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള മാമ്പഴമാണ്. ഇത് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് 1 കപ്പ് പാലും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇനി അതിന് ശേഷം നമുക്ക് ഇത് ഒരു പാനിലേക്ക് ഈ നല്ലോണം അരഞ്ഞു വന്ന ഈ മാമ്പഴക്കൂട്ട് ഒഴിച്ച് ചെറിയ തീയിൽ നമുക്ക് ഇതൊന്ന് കുറുക്കിയെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് കുറുക്കുന്ന സമയത്ത് ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർക്കാം. മധുരം അനുസരിച്ച് പഞ്ചസാര ചേർക്കാം. ഇപ്പം 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഞാൻ ചേർക്കുന്നുള്ള കാര്യം, ഇനി കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർക്കുന്നുണ്ട്. അപ്പം മധുരം അങ്ങ് ഓവറായിപ്പോവും. പിന്നെ ഞാൻ ഇതിലേക്ക് 250 ml ഫ്രഷ് ക്രീം ചേർക്കുന്നുണ്ട്. ഇതും കൂടെ ചേർത്ത് ഒന്ന് കുറുകി വരണം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഇത് നമുക്ക് 1 ടിന്ന് ചേർക്കുന്നുണ്ട്. ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് മധുരം നോക്കിയപ്പോൾ മധുരം സ്വല്പം കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മൾ ഫ്രീസ് ചെയ്യുന്ന അതിന് വേണ്ടിയിട്ടായതുകൊണ്ട് നമ്മൾ മധുരം ഇച്ചിരി മുന്നിട്ട് നിൽക്കണം. എങ്കിൽ ഫ്രീസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ മധുരം കറക്റ്റായിട്ടിരിക്കത്തുള്ളൂ. ഞാനൊരു ട്രേയിലേക്ക് ഒഴിച്ച് ഒരു ഓവർനൈറ്റ് ഞാനിത് ഒന്ന് റാപ്പ് ചെയ്ത് വെച്ച് ഓവർനൈറ്റ് ഫ്രീസറിൽ വെച്ചെടുത്തതാണ്. ഇപ്പം നല്ലോണം സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഐസ്ക്രീം സ്കൂപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ച് നമ്മൾ എടുക്കുവാണെങ്കിൽ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പം എൻ്റെ അതില്ലാത്തതുകൊണ്ട് ഞാൻ സ്പൂൺ വെച്ചെടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ സ്കൂപ്പർ വെച്ചെടുക്കുവാണെങ്കിൽ കറക്റ്റ് ആ കൺസിസ്റ്റൻസി തന്നെ കിട്ടും. ഇതിപ്പം ഞാൻ ഇതിൻ്റെ നട്ട്സും ബദാം ഗ്രേറ്റ് ചെയ്തതും കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് ഇതൊന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതിന്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.